ഹലോ, വെൽക്കം ടു ലേൺ ആൻഡ് ഗ്രോ. അപ്പം നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 7 ഇംഗ്ലീഷ് സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് യൂണിറ്റാണ്. ഓക്കെ, ഹാർമണി ഓഫ് മാർവൽസ്. നമ്മുടെ ബുക്കൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്, പുതിയ റിവൈസ്ഡ് ബുക്കാണ് അല്ലേ. അപ്പം നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ കുറേ റോബോട്ടിൻ്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ദ ഡോർവേ, ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റോബോട്ട് അല്ലേ. കുറേ ടൈപ്സ് ഓഫ് റോബോട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നോക്കാം. വാട്ട് ആർ സം കോമൺ ടാസ്ക് ദാറ്റ് റോബോട്ട് ക്യാൻ പെർഫോം. റോബോട്ടിന് ചെയ്യാൻ പറ്റുന്ന കോമൺ ടാസ്ക് എന്തൊക്കെയാണ്? നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും റോബോട്ടിന് ചെയ്യാൻ പറ്റും അല്ലേ. പിന്നെ അതിൽ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യവും റോബോട്ടിന് അനായാസം ചെയ്യാൻ പറ്റും അല്ലേ. ദേ ഡോണ്ട് ഫീൽ ടയേർഡ്, റൈറ്റ്? ഹാവ് യു എവർ സീൻ ഓർ ഹിയർഡ് ഓഫ് റോബോട്ട് ദാറ്റ് ഹെൽപ്പ് വിത്ത് ഹൗസ് ഹോൾഡ് കോഴ്സ്? എന്താണ്, നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടോ റോബോട്ട് ഹൗസ് ഹോൾഡ് കോഴ്സിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലേ. നമ്മൾക്ക് യൂട്യൂബിലൊക്കെ ഇപ്പോൾ നോക്കിയാൽ ചിലയിടത്തൊക്കെ കിച്ചൺ ഡ്യൂട്ടിക്കൊക്കെ റോബോട്ട് ഉള്ളതെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ. ഇഫ് യു ഗെറ്റ് ദ സർവീസ് ഓഫ് എ റോബോട്ട് അറ്റ് ഹോം, വാട്ട് വിൽ യു മേക്ക് ഇറ്റ് ടു ഡു? എന്താണ് ചോദിക്കുന്നത്? നിങ്ങൾക്ക് റോബോട്ടിൻ്റെ സർവീസ് കിട്ടിയാലേ നിങ്ങൾ എന്തായിരിക്കും അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക? നമ്മളെന്താണ് വിചാരിക്കുക? ഫസ്റ്റ് നമ്മുടെ ഹോംവർക്കൊക്കെ ചെയ്യിപ്പിക്കും അല്ലേ. അതെ, ഹോംവർക്കൊക്കെ ചെയ്യിപ്പിക്കും. പിന്നെന്താണ്, നമ്മളുടെ റൂംസൊക്കെ നല്ല ക്ലീൻ ആയിരിക്കും അല്ലേ. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ അപ്പോൾ ലിസ്റ്റ് സം ഓഫ് ദ ഗാഡ്ജറ്റ്സ് ദാറ്റ് ഡിവൈസ് യൂസ്ഡ് അറ്റ് ഹോം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ് അല്ലെങ്കിൽ ഡിവൈസസ് യൂസ്ഡ് അറ്റ് ഹോം. എന്തൊക്കെ ഗാഡ്ജറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മൊബൈൽ ഫോണ്, ഫ്രിഡ്ജ്, TV അതുപോലുള്ള ഡിവൈസസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് മൂവ് ടു ദ ചാപ്റ്റർ. നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. എ റോബോട്ട് വിത്ത് എ വൈറസ്. ഓക്കെ, ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ്. ദ വൈബ്രന്റ് ഗോൾഡൻ ലൈറ്റ് ഡാൻസ്ഡ് across the street. It cast warm hues upon the housetops. The air was crisp and refreshing. The sunbeams peeped into Ricky's room through the skylight. He was still in bed. He was a young boy of 11. ഓക്കെ, അപ്പോൾ എന്താണ്? ഇറ്റ് വാസ് എ സണ്ണിങ് മോർണിംഗ്. നല്ല ഒരു വെയിലുള്ള ഒരു ദിവസമായിരുന്നു. ദ വൈബ്രൻറ്റ് ഗോൾഡൻ സൺലൈറ്റ് ഡാൻസ്ഡ് അക്രോസ് ദ സ്ട്രീറ്റ്. നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഗോൾഡൻ സൺലൈറ്റ് അല്ലേ. സൺലൈറ്റ് ഡാൻസ്ഡ്. ഡാൻസ്, സ്ട്രീറ്റിലൂടെ ഡാൻസ് എന്ന് വെച്ചാൽ സ്ട്രീറ്റിലൊക്കെ നന്ന ഗോൾഡൻ ലൈറ്റ്, സൺലൈറ്റ് ഇങ്ങനെ ഇരച്ചു കയറിയിരുന്നു. ഇറ്റ് കാസ്റ്റ് വാം ഹ്യൂസ് അപ്പോൺ ദ ഹൗസ് ടോപ്പ്. അപ്പോൾ ഇതിൽ നിന്ന് ഹൗസ് ടോപ്പിലൊക്കെ നല്ല വാം ഹ്യൂസൊക്കെ പോയിരുന്നു. ദ ഹെയർ വാസ് ക്രിസ്പ് ആൻഡ് റീഫ്രഷ്നിങ്. ക്രിസ്പ് എന്ന് വെച്ചാൽ നല്ലൊരു പതുത്താണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഹെയർ നല്ല ക്രിസ്പും എന്ന് വെച്ചാൽ നല്ല കുളിർമയുള്ളതും റീഫ്രഷിങ്ങുമായിരുന്നു. ദ സൺ ബീംസ് പീപ്ഡ് ഇൻ ടു റിക്കീസ് റൂം. സൺ ബീംസ് എന്ന് വെച്ചാൽ നമ്മൾ ചില വീടിൻ്റെയൊക്കെ മുകളിൽ ഇങ്ങനെ സൂര്യപ്രകാശം വരാനായിട്ട് ഒരു ചെറിയ ഹോൾസ് ഇങ്ങനെ കൊടുക്കും അല്ലേ. അതിൻ്റെ മുകളിൽ ഗ്ലാസ് ടോപ്പ് ഇട്ടിട്ട് അതാണ് സൺ ബീംസ്. ഓക്കെ, അപ്പോൾ റിക്കിയുടെ റൂമിലും സൺ ബീംസ് പീപ്ഡ് ഇൻ ടു റിക്കീസ് റൂം ത്രൂ ദ സ്കൈ ലൈറ്റ്. അപ്പോൾ അതിലൂടെ റിക്കിയുടെ റൂമിലേക്കും സണ്ണിൻ്റെ വെളിച്ചം ഇങ്ങനെ ഇരച്ചു കയറുന്നുണ്ടായിരുന്നു. ഹി വാസ് സ്റ്റിൽ ഇൻ ബെഡ്. അവൻ ഇപ്പോഴും എവിടെയാണ്? ബെഡിൽ തന്നെയാണ് അല്ലേ, ഉറക്കം തന്നെയാണ്. ഹി വാസ് എ യങ് ബോയ് ഓഫ് 11. ആരാണ് റിക്കി? ഒരു യങ് ബോയ് ഓഫ് 11, 11 വയസ്സുള്ള ഒരു കുട്ടി അല്ലേ. റിക്കി lived a lovely futuristic house which had everything you can ever want. റിക്കി എവിടെയാണ് താമസിക്കുന്നത്? ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ് എന്ന് വെച്ചാൽ നമ്മൾ ഫ്യൂച്ചറിൽ എങ്ങനത്തെ വീടാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെയുള്ള ലവ്ലി ആയിട്ടുള്ള ഒരു നല്ലൊരു വീട്ടിലാണ് താമസിക്കുന്നത്. വിച്ച് ഹാഡ് എവ്രിതിങ് യു ക്യാൻ എവർ വാണ്ട്. അവൻക്ക്
എന്താണ് ആവശ്യം അതിനേക്കാൾ കൂടുതൽ അവനുണ്ടായിരുന്നു. ബട്ട് ഹി വാസ് സ്ലോവൻലി ഇൻ ഹിസ് ഹാബിറ്റ്. ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ് ഓൾ ഓവർ ദ പ്ലേസ്. പക്ഷേ അവൻക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും അവൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു വാരി എറിയുന്ന സ്വഭാവമുള്ളവനായിരുന്നു. ആ പിക്ചറിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ, അവിടെ റിക്കി ഉണ്ട്. റിക്കിയുടെ സാധനങ്ങളൊക്കെ എന്താണ്, ഒരു നീറ്റില്ല അല്ലേ അവൻ്റെ റൂം. ഓക്കെ. ഹിസ് മദർ ഹാഡ് ടു കളക്ട് ഹിസ് ബിലോങ്ങിങ് ഫ്രം ഓൾ കോർണേഴ്സ് ഓഫ് ഹൗസ്. അവൻ്റെ മദർ എന്താണ് ചെയ്യുന്നത്, എല്ലാ കോർണറിൽ നിന്നും അവൻ്റെ സാധനങ്ങളൊക്കെ പെറുക്കി വെക്കലായിരുന്നു അവൻ്റെ മദറിൻ്റെ ജോബ്. ഹിസ് മദർ, ഹൂ വാസ് ദ മാനേജർ ഓഫ് ദ ബാങ്ക്, ലെഫ്റ്റ് ഇൻ ദ മോർണിംഗ് ഫോർ വർക്ക്. She always had work for Ricky. Ricky, keep your school bag in the study room. Ricky, put your clothes in the washing machine. Ricky, wash your tiffin box. Ricky, iron your t-shirt and trousers and so on. But he was always playing. അപ്പോൾ അവൻ്റെ അമ്മ എന്താണ്, മാനേജർ ഓഫ് ദ ബാങ്ക്, ബാങ്കിലെ മാനേജർ ആയിരുന്നു അല്ലേ. അപ്പോൾ അവർ ലെഫ്റ്റ് മോർണിംഗ് ഫോർ വർക്ക്, അത് രാവിലെ തന്നെ ബാങ്കിൽ വർക്കിന് പോയിരുന്നു. പിന്നെന്താണ്, ഷീ ഓൾവേസ് ഹാഡ് വർക്ക് ഫോർ റിക്കി. എപ്പോഴും റിക്കിയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, റിക്കി കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. സ്കൂൾ ബാഗൊക്കെ സ്റ്റഡി റൂമിൽ വെക്ക്. റിക്കി പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ. മുഷിഞ്ഞ വസ്ത്രമൊക്കെ വാഷിംഗ് മെഷീനിലിടൂ. റിക്കി വാഷ് യുവർ ടിഫിൻ ബോക്സ്. എൻ്റെ ടിഫിൻ ബോക്സൊക്കെ വാഷ് ചെയ്യൂ. റിക്കി അയൺ യുവർ ടീഷർട്ട് ആൻഡ് ട്രൗസേഴ്സ് ആൻഡ് സോ ഓൺ. ബട്ട് ഹി വാസ് ഓൾവേസ് പ്ലേയിങ്. ഇതൊക്കെ പറയും, പക്ഷേ ഇതൊന്നും കേൾക്കില്ല. അവൻ എപ്പോഴും പ്ലേ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ, കളിച്ചുകൊണ്ടേയിരിക്കും. റിക്കി ഡിഡിൻ ഹെൽപ്പ് മച്ച് അറൗണ്ട് ദ ഹൗസ്. അവന് വീട്ടിൽ ഒരു കാര്യവും അത്ര വലിയ കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല. ബട്ട് ഹി വാസ് as excited as his parents when they bought the latest model of butler robot. പക്ഷേ അവൻ ഒരു ദിവസം ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. എപ്പോഴാണ് അവൻ്റെ പാരൻസ് അവൻ്റെ വീട്ടിലേക്ക് ഒരു ബട്ട്ലർ റോബോട്ടിനെ കൊണ്ടുവന്നപ്പോൾ. As soon as it arrived off, it went cooking, cleaning and ironing. But the most important work it did was picking up Ricky's clothes from the floor. പക്ഷേ എന്താണ്, ഈ റോബോട്ട് വന്നപാടെ തന്നെ എന്തൊക്കെ ചെയ്യാൻ തുടങ്ങി, കുക്കിംഗ്, ക്ലീനിങ്, അയണിങ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണ് ചെയ്തത്, റിക്കി അവിടെ ആയിട്ടിടുന്ന അവൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ തുടങ്ങി. On the first day when he went to sleep, his bedroom was in a disastrous state as usual. But when he woke up in the next morning, everything was perfectly clean and tidy. അപ്പോൾ ഫസ്റ്റ് ഡേ അവന് ഉറങ്ങാൻ പോയപ്പോൾ എന്താണ്, ബെഡ്റൂം വാസ് ഡിസാസ്ട്രസ് സ്റ്റേറ്റ് ആസ് യൂഷ്വൽ. എപ്പോഴും പോലെ തന്നെ അന്നും ഭയങ്കര വൃത്തികേടായിരുന്നു അല്ലേ, അവൻ്റെ സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ട്. ബട്ട് വെൻ ഹി വോക്ക് അപ്പ് ഇൻ ദ നെക്സ്റ്റ് മോർണിംഗ്, പിറ്റേ ദിവസം അവൻ എണീച്ചപ്പോൾ എവറിത്തിങ് വാസ് പെർഫെക്റ്റ്ലി ക്ലീൻ. എല്ലാം നല്ല പെർഫെക്റ്റ്ലി ക്ലീൻ ആയിരുന്നു. ഓക്കെ, ആരാണത് ചെയ്തത്, നമ്മുടെ റോബോട്ട് അല്ലേ. വണ്ടർഫുൾ, ഹൗ നീറ്റ് ആൻഡ് ടൈഡി മൈ റൂം ലുക്സ്, ഹി എക്സ്ക്ലെയിംഡ്. അപ്പോൾ പറഞ്ഞു, അവന് തന്നെ ഇങ്ങനെ പറഞ്ഞു, വണ്ടർഫുൾ, എൻ്റെ റൂം എത്ര നീറ്റിയും ടൈഡിയുമാണ്. ഇൻഫാക്ട് ഇറ്റ് വാസ് ആക്ച്വലി ടു ക്ലീൻ. റിക്കി കുഡിൻറ്റ് ഫൈൻഡ് ഹിസ് ഫേവറേറ്റ് ടീഷർട്ട് നോർ ഹിസ് ഫേവറേറ്റ് ഫുട്ബോൾ. അപ്പോൾ ഇൻഫാക്റ്റ് യഥാർത്ഥത്തിൽ അത് ഭയങ്കരമായിട്ട് ക്ലീൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിക്കിക്ക് അവൻ്റെ ടീഷർട്ടും അവൻ്റെ വലിച്ച് എറിഞ്ഞ സാധനങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല. മാ, വെർ ഈസ് മൈ ടീഷർട്ട്, വെർ ഈസ് മൈ ബോൾ, ഹി പെസ്റ്റേർഡ് ഹിസ് മദർ. അവൻ്റെ മദറിനോട് ഇങ്ങനെ വിളിച്ച് ചോദിച്ചു, എവിടെയാണ് എൻ്റെ ടീഷർട്ട്, എവിടെയാണ് എൻ്റെ ബോൾ. He could not find his things even after he had searched up and down. He asked himself, where could they have gone? അപ്പോൾ അവൻ്റെ ഈ സാധനമൊന്നും എവിടെയും കണ്ടില്ല. അവനോട് തന്നെ ചോദിച്ചു, വേർ കുഡ് ദേ ഹാവ് ഗോൺ, അത് എവിടെയായിരിക്കും പോയിട്ടുണ്ടാവുക. However much he searched during the day, those two items did not reappear. അവൻ എത്ര സെർച്ച് ചെയ്തിട്ടും അതൊരിക്കലും അവനക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആൻഡ് ദ സെയിം വാസ് ടു ഹാപ്പൻ വിത്ത് അതർ തിങ്സ് ടു. പിന്നെ അവനെ വലിച്ചു വാരിയ മറ്റ് സംഭവങ്ങളും സെയിം തിങ് ആയിരുന്നു കേട്ടോ, അവനതും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇതിൻ്റെ കണ്ടിന്യൂസ് നമുക്ക് പാർട്ട് 2 ഇടാം.
അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ വി വിൽ സീ നെക്സ്റ്റ് ക്ലാസ്. ബൈ.